ഏവർക്കും മിറാക്കിൾ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും സാമ്പത്തിക പുരോഗതിയും എല്ലാം ഉണ്ടാകുന്നു. 2025 ഡിസംബർ 5-ാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം 2026 മാർച്ച് 11-ന് നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇതിലൂടെ 5 രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളും നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാകുന്നു. ആ 5 രാശിക്കാർ: ഒന്നാമതായി ഇടവൻ രാശി. കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ അര എന്നീ നക്ഷത്രക്കാരാണ് ഇടവൻ രാശിക്കാർ. ഈ രാശിക്കാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2-ാം ഭാവം എന്നാൽ ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴത്തിൻ്റെ നേർരേഖയിലെ സഞ്ചാരം ഈ രാശിക്കാർക്ക് ധനനേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കും. കർമ്മരംഗം, തൊഴിൽ മേഖലയിൽ വളരെയധികം പുരോഗതി, ഉയർച്ച എന്നിവ ഉണ്ടാകും. പല വഴികളിൽ നിന്നും ധനം വന്നു ചേരും. ചിട്ടി, ലോട്ടറി ഭാഗ്യം എന്നിവയുണ്ടാകും. പണം കടം കൊടുത്തവർ തിരികെ തരാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ പൂർണ്ണമായും തീർക്കാൻ സാധിക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. വിദേശത്ത് ജോലി സാധ്യത തുടങ്ങിയ നല്ല ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ രാശി ചിങ്ങൻ രാശിയാണ്. രണ്ടാമത്തെ രാശിക്കാർ ചിങ്ങൻ രാശിക്കാരാണ്. ഇവർക്ക് പല വഴികളിൽ നിന്ന് ധനം വന്നു ചേരും. ഇവരുടെ 11-ാം ഭാവത്തിലാണ് വ്യാഴം പ്രവേശിക്കുന്നത്. 11-ാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏത് കാര്യവും സാധിക്കുന്ന സമയം, ആഗ്രഹ സാഫല്യവും ഉണ്ടാവും. എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമയമാണ്. നല്ല ഭാഗ്യങ്ങൾ വന്നു ചേരും. വസ്തു, വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. മൂന്നാമതായി തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖ എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം വന്നു ചേരും. ആരോഗ്യം പരമാവധി വളരെ പുരോഗതി ഉണ്ടാകും. ആരോഗ്യപരമായി വളരെയധികം പുരോഗതി ഉണ്ടാകും. സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കും. ധനം ധാരാളമായി വന്നു ചേരും. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ വിജയം നേടും. ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയമാണ് തുലാം രാശിക്കാരുടെ ഈ കാലഘട്ടം. അവർ സർവേശ്വരനോട് പ്രാർത്ഥിക്കണം. മൂന്നാമതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ് ഈ രാശിയിൽ വരുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ധനുരാശിക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം മാറിക്കിട്ടും. ഇനി ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യത്തിലും വിജയം. കടബാധ്യതയിൽ നിന്ന് പൂർണ്ണമായും മുക്തി ലഭിക്കും. ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന കാലമാണ് വരുന്നത്. എല്ലാ കാര്യത്തിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അഞ്ചാമതായി മീനം രാശി. മീനൻ രാശിക്കാരെന്ന് പറയുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ രാശിക്കാരാണ്. മീനൻ രാശിക്കാർക്ക് വലിയ ഗുണഫലങ്ങൾ ഉണ്ടാകും. സകല ദുഃഖങ്ങളും മാറിക്കിട്ടും. പ്രയാസങ്ങളും മാറിക്കിട്ടും. വിദേശ ജോലി കിട്ടും. സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും. ഇവരുടെ 4-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടാകും. മീനൻ രാശിക്കാരുടെ കർമാധിപനാണ് വ്യാഴം. അതുകൊണ്ട് കർമ്മ മേഖലയിൽ ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. വാഹനം വാങ്ങാൻ സാധിക്കും. കടബാധ്യതകളിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കും. കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളതയും ഐക്യവും ഉണ്ടാകും. ഭാഗ്യം വളരെയധികം ഉണ്ടാകും. വ്യാഴത്തിൻ്റെ നേർരേഖയിലേക്കുള്ള ഈ മാറ്റം എല്ലാവിധ ഐശ്വര്യങ്ങളും മീനൻ രാശിക്കാർക്ക് നൽകുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള മാർച്ച് 11-ാം തീയതിയോടുകൂടിയുള്ള നേർരേഖയിലേക്കുള്ള ഈ സഞ്ചാരത്തോടുകൂടി ഏറ്റവും കൂടുതൽ ഭാഗ്യവും ധനലാഭവും സമ്പത്തും ഐശ്വര്യവും എല്ലാം കൈവരുന്ന 5 രാശിക്കാരാണ് ഇടവൻ രാശി, ചിങ്ങൻ രാശി, തുലാം രാശി, ധനുരാശി, മീനം രാശി. ഇവർ എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കണം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ.